ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറേ ഫ്രേഗ്രൻസ് ഓയിലും എസെൻഷ്യൽ ഓയിൽസൊക്കെ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിനി റിവ്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് വേദ ഓയിൽസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് സോപ്പ് മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വെരി യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് മഞ്ഞളുടെ എസെൻഷ്യൽ ഓയിലും ഫ്രേഗ്രൻസ് ഓയിലും ആണ്, ടേമറിക്കിൻ്റെ. അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എസെൻഷ്യൽ ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലത്. നിങ്ങൾക്ക് ആ ഒറിജിനൽ പ്യുവർ ഒരു സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഫ്രേഗ്രൻസ് ഓയിൽ സിന്തറ്റിക് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് അത്രയും സ്മെല്ലില്ല, കൂടുതലായിട്ട് കെമിക്കൽ സ്മെല്ലാണ് എടുത്ത് നിൽക്കുന്നത്. ഞാനിവിടെ പെപ്പർമിൻറ്റ് എസെൻഷ്യൽ ഓയിലാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. ഇതും വളരെയധികം നല്ലതാണ്. പെപ്പർമിൻറ്റിൻ്റെ ആ മിൻറ്റി ഫ്ലേവറാണ് എടുത്ത് നിൽക്കുന്നത്. പ്യുവർ സ്മെല്ലാണ്, അങ്ങനെ കെമിക്കൽ സ്മെല്ലൊന്നുമില്ല. പിന്നെ ഞാൻ തേർഡ് വൺ യൂസ് ചെയ്ത് നോക്കുന്നത് ഓദ് ട്വിസ്റ്റ് ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവറാണ്. ഇതും ആക്ച്വലി ഫ്രേഗ്രൻസ് ഓയിൽ തന്നെയാണ്. ഇത് കുഴപ്പമില്ല, ആക്ച്വലി നമുക്ക് അത്രയും ഭയങ്കര കെമിക്കൽ സ്മെല്ലൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ചോക്ലേറ്റി ഫ്രൂട്ടി സ്മെല്ലാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് രാമച്ചത്തിൻ്റെ ഫ്രേഗ്രൻസ് ഓയിലാണ്, വെറ്റിവർ ഫ്രേഗ്രൻസ് ഓയിലാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു കെമിക്കൽ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിലും ആ ഒരു പ്യുവർ സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എസെൻഷ്യൽ ഓയിൽസ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഫ്രേഗ്രൻസ് ഓയിൽ ഭയങ്കര കെമിക്കലായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട്. സോ ഡൂ ചെക്ക് ഇറ്റ് ഔട്ട്. നല്ലൊരു വെബ്സൈറ്റാണ്, കുറേ കളക്ഷൻസും ഉണ്ട്. ഇങ്ങനത്തെ വിധ DIYs ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപയോഗമായിരിക്കും.